നമസ്കാരം. മലനാട് ടിവിയുടെ വാർത്താ മലയാളത്തിലേക്ക് സ്വാഗതം. രാജ്യത്തെ ആദ്യ ജീവകാരുണ്യ വാർത്താ ചാനലും പ്രമുഖ മനുഷ്യാവകാശ സംഘടന INOHRPയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന കേരള നവോത്ഥാന മാധ്യമ യാത്ര കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ അമ്മമാർ നയിക്കുന്ന സമരപ്പന്തലിൽ വെച്ച് പ്രമുഖ മനുഷ്യാവകാശ പ്രവർത്തക ദയാബായി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലുടനീളം നടത്തിയിട്ടുള്ള മാധ്യമ നവോത്ഥാന യാത്ര എൻഡോസൾഫാൻ വിക്ടിംസിനോടൊപ്പം നേരത്തെ സൂചിപ്പിച്ച രാധാബായി ആയിരുന്നു അന്ന് ഫ്ലാഗ് ഓഫ് ചെയ്തെങ്കിൽ ഇന്ന് പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകയും മനുഷ്യാവകാശ പ്രവർത്തകയുമായിട്ടുള്ള ഇന്ന് നമ്മുടെ മുമ്പിൽ ജീവിക്കുന്ന മദർ തെരേസയായിട്ടുള്ള ഇന്ന് മറ്റൊരാളെ കാണിച്ചു തരാൻ സാധിക്കാത്ത ഒരു സ്ത്രീ വ്യക്തമായിട്ടുള്ള ദയാബായിയാണ് ഇന്ന് ഈ ഒരു യാത്രയ്ക്ക് നമ്മളുടെ ഈ ഒരു കേരള നവോത്ഥാന മാധ്യമ യാത്ര ഉദ്ഘാടനമായിട്ടുള്ളത്. കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ മുഖ്യ പ്രഭാഷണം നടത്തി. 2005 കേരളത്തിൽ നിരോധിച്ചു. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ മറ്റൊരു ജില്ലയിലില്ലല്ലോ ഇത്തരം ഒരു വിരോധാഭാസം. ജനിക്കുന്ന കുട്ടികൾക്ക് ജനിതക വരിയിൽ ഇവിടുത്തെ കുട്ടികൾ 30, 35, 40 വയസ്സുണ്ട്. ഞാൻ മന്ത്രിയോട് പറഞ്ഞു, ഈ പ്രായാധിക്യം എന്ന അമ്മമാർക്കൊന്ന് മനസ്സമാധാനത്തോടും മരിക്കണമെങ്കിൽ അവർ മരിച്ചാൽ തങ്ങളുടെ കുഞ്ഞുങ്ങളെ ആര് നോക്കും? ആദ്യം മരിക്കവര്. അതുകൊണ്ട് മന്ത്രിയോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ അമ്മമാരുടെ ദുഃഖത്തിന് പരിഹാരം ഉണ്ടാക്കണം. ഇത് ചെവിയിലല്ല പറഞ്ഞത്, പബ്ലിക് മീറ്റിംഗിൽ മന്ത്രിയെ ഇരുത്തിക്കൊണ്ട് പത്രക്കാരെ സാക്ഷ്യപ്പെടുത്തി. തുടർന്ന് RJH നയിച്ച സംവാദത്തിൽ ദുരിതബാധിതരുടെ വിഷയങ്ങൾ സമരസമിതി നേതാവ് അമ്പലത്തറ കൃഷ്ണൻ അവതരിപ്പിച്ചു. കാരണം ഇതിന് പിന്നിലൊരു വലിയ രാഷ്ട്രീയ പ്രശ്നമുണ്ട്. കാരണം ഈ കമ്പനികളാണ്, വിഷക്കമ്പനികളാണ് കാസർഗോഡ് ജില്ലയിൽ ഇത് നടത്തിയത്. ഒരു നൂറ്റാണ്ടോളം കാലം ആകാശത്തിലൂടെ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് എൻഡോസൾഫാൻ തളിച്ചത് അറിയാത്തത് കൊണ്ടാണ് എന്ന് ഞങ്ങൾ കരുതുന്നില്ല. കാരണം ഇത് വിഷാണെന്ന് അറിഞ്ഞിട്ടും അതിനെതിരെ പ്രതിഷേധമുണ്ടായപ്പോഴും അതിനെയൊക്കെ തകർക്കാനാണ്, തച്ചുടക്കാനാണ് അന്ന് ഇപ്പോൾ ശ്രീഭദ്ര മുതൽ ഡോക്ടർ YS മോഹൻകുമാർ, ലീലാകുമാരി തുടങ്ങിയ ഒട്ടേറെ വ്യക്തിത്വങ്ങൾ ഇതിൻ്റെ മുന്നിലേക്ക് വന്നിരുന്നു. പക്ഷേ അതിനൊക്കെ അധിക്ഷേപിക്കുന്നതായിരുന്നു ഇവർ ചെയ്തത്. പിന്നീട് വലിയ സമരങ്ങൾ അമ്മമാരൊക്കെ ഏറ്റെടുത്തപ്പോഴാണ് ഒരല്പമെങ്കിലും ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ ലഭിക്കാൻ തുടങ്ങിയത്. സുപ്രീം കോടതി വിധി വരുന്നു, മനുഷ്യാവകാശ കമ്മീഷൻ വരുന്നു. അതൊന്നും ഇവർക്ക് ബാധകമല്ല എന്നുള്ള നിലയിലാണ് ഇത് കാണുന്നത്. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ രാഷ്ട്രീയ നേതാക്കന്മാർ, ജനപ്രതിനിധികൾ ഇവരൊക്കെ പാവങ്ങളാണ്. കാരണം അവർ പലപ്പോഴും അവർ ശ്രമിച്ചാലും ഇതിനെ ഉപയോഗപ്പെടുത്തുന്നത് അതിൻ്റെ പിന്നിലുള്ള ചില പിന്നാമ്പുറങ്ങളിൽ ഉള്ള ശക്തികളാണ്. അമ്മമാരുടെ വേദന നിറഞ്ഞ വാക്കുകൾക്ക് ഉടൻ അറുതി വരുത്താൻ മലനാട് TV സംസ്ഥാന കേന്ദ്ര ഭരണകൂടങ്ങൾക്ക് നിരന്തരം സമ്മർദ്ദം ചെലുത്തുമെന്ന് RJH അവർക്ക് വാക്കുകൊടുത്തു. ഇപ്പോൾ ഈ പന്തലിരിക്കുന്ന കുട്ടികൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു വിഷമത്തിലാണ് അമ്മമാരെന്ന് എനിക്കറിയാം. സ്വന്തം വീട്ടിൽ തന്നെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റാത്ത അമ്മമാരാണെന്ന് എനിക്കറിയാം. പക്ഷേ ഈ സമരപന്തൽ ഇന്നലെ ആവണമെന്നുള്ള ഒരു പ്രാർത്ഥന എനിക്കുണ്ട്. നമ്മ ഹിന്ദു മുസ്ലിമാണോ പെണ്ണോ അതൊന്നുമല്ല നമ്മൾ നോക്കണ്ടേ, നമ്മൾ ജീവനാ നോക്കണ്ടേ. മനസ്സിലായില്ലേ? മുതലുണ്ടവന് കൈയുണ്ടവന് മുതലില്ല. അതാണ് നമ്മൾ കാണുന്ന അവസ്ഥ. തുടർന്ന് MP-യുമായി നടത്തിയ സംവാദത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ മലനാട് TVയുടെ ഈ ഉദ്യമത്തെ പ്രശംസിച്ചു സംസാരിച്ചു. INOHRPയുടെ നാഷണൽ ജനറൽ സെക്രട്ടറിയും ട്രസ്റ്റിയുമായ CR ബെന്നി, INOHRPയുടെ കേരള പ്രസിഡന്റും ട്രസ്റ്റിയുമായ തോമസ് എബ്രഹാം, INOHRP നാഷണൽ ജോയിന്റ് സെക്രട്ടറിയും കേരളത്തിന്റെ ഇൻചാർജുമായ ശ്യാമ സന്തോഷ്, INOHRP എറണാകുളം ഡിസ്ട്രിക്ട് ട്രഷററായ സഫർ, INOHRP എറണാകുളം വൈസ് പ്രസിഡന്റ് RJH ശാസ്ത, INOHRP കണ്ണൂർ ജോയിന്റ് സെക്രട്ടറി മനീഷ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മലനാട് TVയെ പ്രതിനിധീകരിച്ച് മലനാട് TV അഡ്വൈസറി ബോർഡ് ചെയർമാനും ഹ്യൂമൻ റൈറ്റ്സ് നാഷണൽ ഫെഡറേഷൻ ഡയറക്ടറുമായ സദാനന്ദൻ പുരുഷോത്തമൻ, മലനാട് TV മാനേജിംഗ് എഡിറ്റർ RJH, സീനിയർ എഡിറ്റർ സുരേഷ് വാഴവിള, പ്രോഗ്രാം പ്രൊഡ്യൂസർ JS ശാസ്ത തുടങ്ങിയവരും പങ്കെടുത്തു. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് അവരുടെ അവകാശങ്ങളും ആവശ്യങ്ങളും നേടിയെടുക്കാൻ നിയമ പോരാട്ടത്തിന് ഒപ്പം ഉണ്ടാകുമെന്നും മലനാട് TV മാനേജിംഗ് എഡിറ്റർ RJH കൂട്ടിച്ചേർത്തു.